ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുധീൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ തുടക്കമായി. സർക്കാരിന്റെ ശ്രമഫലമായി രാജ്യത്ത് 95 കോടി ഇന്ത്യക്കാർക്ക് സാമൂഹിക സുരക്ഷാ പരിരക്ഷ ലഭിക്കുന്നുണ്ടെന്ന് രാഷ്ട്രപതി. രാജ്യത്തെ ആരോഗ്യരംഗത്ത് ആയുർവേദ ചികിത്സാ മേഖലയുടെ സംഭാവനകൾ നിസ്തൂലമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നടപ്പ് സാമ്പത്തിക വർഷത്തേക്കുള്ള കേരള ബജറ്റ് ധനമന്ത്രി KN ബാലഗോപാൽ നാളെ നിയമസഭയിൽ അവതരിപ്പിക്കും. ഇന്ത്യ ന്യൂസിലൻഡ് T20 ക്രിക്കറ്റ് പരമ്പരയിലെ 4ാം മത്സരം വിശാഖപട്ടണത്ത് പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. സർക്കാരിന്റെ തുടർച്ചയായ ശ്രമങ്ങളുടെ ഫലമായി ഇന്ന് ഏകദേശം 95 കോടി ഇന്ത്യക്കാർക്ക് സാമൂഹിക സുരക്ഷാ പരിരക്ഷ ലഭിക്കുന്നുണ്ടെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. 2014 തുടക്കത്തിൽ സാമൂഹിക സുരക്ഷാ പദ്ധതികൾ 25 കോടി പൌരന്മാരിലേക്ക് മാത്രമേ എത്തിയിരുന്നുള്ളൂവെന്ന് ചൂണ്ടിക്കാട്ടിയ രാഷ്ട്രപതി സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന ദർശനം ജനജീവിതം മെച്ചപ്പെടുത്തിയതായി പറഞ്ഞു. ബജറ്റ് സമ്മേളനത്തോടനുബന്ധിച്ച് പാർലമെന്റിൽ നയപ്രഖ്യാപന പ്രസംഗം നടത്തുകയായിരുന്നു ശ്രീമതി മുർമു. मेरी सरकार सच्ची सामाजिक न्याय के लिए समर्पित है. इसी का नतीजा है कि पिछले एक दशक में 25 करोड़ देशवासी गरीबी को हराकर गरीबी से बाहर निकल के सरकार के तीसरे कार्यकाल में गरीबों को सशक्त करने के लिए अभियान और तेजी से आगे बढ़ा है. पिछले एक दशक में गरीबों के 4 करोड़ पक्के घर बने. बीते एक वर्ष में 32 लाख नए घर गरीबों को मिले. സർക്കാർ നയങ്ങൾ കാരണം കാർഷിക ഹോർട്ടിക്കൾച്ചറൽ ഉൽപാദനത്തിൽ റെക്കോർഡ് വർധനവുണ്ടായതായും ഈ ദശകത്തിന്റെ അവസാനത്തോടെ 500 ജിഗാവാട്ട് പുനരുപയോഗ ഊർജ്ജം എന്ന ലക്ഷ്യം ഇന്ത്യ കൈവരിക്കുമെന്നും ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് രാഷ്ട്രപതി പറഞ്ഞു. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തോടനുബന്ധിച്ച് സാമ്പത്തിക സർവേ നാളെ സമർപ്പിക്കും. ഫെബ്രുവരി 1 കേന്ദ്ര ബജറ്റ്. ഇന്ന് മുതൽ അടുത്ത മാസം 13 വരെയും മാർച്ച് 9 മുതൽ ഏപ്രിൽ 2 വരെയും 2 ഘട്ടങ്ങളിലായി 30 ദിവസമാണ് സഭ ചേരുക. ഇന്ന് രാവിലെ വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ട മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറിന് രാജ്യത്തിന്റെ ശ്രദ്ധാഞ്ജലി. മുംബൈയിൽ നിന്ന് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ബാരാമതിയിലേക്ക് പോകുന്നതിനിടെ രാവിലെ 8:50 അപകടം സംഭവിച്ചത്. വിമാനം ബാരാമതി വിമാനത്താവളത്തിൽ ഇടിച്ചിറങ്ങുകയായിരുന്നു. വിമാനത്തിലുണ്ടായിരുന്ന 5 പേരും അപകടത്തിൽ കൊല്ലപ്പെട്ടതായി പോലീസ് സ്ഥിരീകരിച്ചു. മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ പ്രബല സ്ഥാനം നേടിയിട്ടുള്ള അജിത് പവാർ 1991 മുതൽ 7 തവണ ബാരാമതി നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറിന്റെ മരണത്തെ തുടർന്ന് സംസ്ഥാന സർക്കാർ ഈ മാസം 30 വരെ 3 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചു. അന്തരിച്ച നേതാവിന്റെ സംസ്കാര ചടങ്ങുകൾ നാളെ രാവിലെ 11 മണിയോടെ ബാരാമതിയിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ നടക്കും. അജിത് പവാറിന്റെ മരണത്തിനിടയാക്കിയ ബാരാമതി വിമാനാപകടം എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ അന്വേഷിക്കും. AAIB ഡയറക്ടർ ജനറലിന്റെ നേതൃത്വത്തിലുള്ള സംഘം അപകട സ്ഥലം സന്ദർശിക്കുമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം അറിയിച്ചു. യുവാക്കൾ രാഷ്ട്രത്തിന് പ്രഥമ പരിഗണന നൽകുന്ന തരത്തിൽ ധൈര്യവും പ്രതിബദ്ധതയും പ്രകടിപ്പിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിലെ കരിയപ്പ പരേഡ് ഗ്രൌണ്ടിൽ നടന്ന വാർഷിക NCC PM റാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയിലെ യുവാക്കളെ ആത്മവിശ്വാസമുള്ളവരും അച്ചടക്കമുള്ളവരും സംവേദനക്ഷമതയുള്ളവരുമായ പൌരന്മാരാക്കുന്ന പ്രസ്ഥാനമാണ് NCC എന്ന് ശ്രീ മോദി പറഞ്ഞു. 898 പെൺകുട്ടികൾ ഉൾപ്പെടെ 2406 കേഡറ്റുകൾ റാലിയിൽ പങ്കെടുത്തു. 1 മാസം നീണ്ടുനിന്ന NCC റിപ്പബ്ലിക് ദിന ക്യാമ്പിന് പരിസമാപ്തി കുറിച്ചാണ് NCC PM റാലി സംഘടിപ്പിച്ചത്. ലോകം കൂട്ടായി പ്രതിരോധിച്ചാൽ മാത്രമേ കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനാകൂ എന്ന് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക സഹമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. ന്യൂഡൽഹിയിൽ ടെക്നോളജി ആൻഡ് ഇന്നൊവേഷൻ കോൺക്ലേവ് 2.0 ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയവും ഐക്യരാഷ്ട്രസഭയുടെ ഏഷ്യൻ ആൻഡ് പസഫിക് സെന്റർ ഫോർ ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജിയും സംയുക്തമായാണ് 3 ദിവസത്തെ കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കുന്നതിൽ നിർമ്മിത ബുദ്ധി ഉപയോഗിക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഈ പരിപാടിയുടെ പ്രധാന ലക്ഷ്യം. സംസ്ഥാനത്തെ വിദ്യാലയങ്ങളിൽ മലയാളം നിർബന്ധിത 1ാം ഭാഷയാക്കാനുള്ള തീരുമാനത്തിൽ കർണാടക സർക്കാർ പ്രകടിപ്പിച്ച ആശങ്കകൾ അടിസ്ഥാനരഹിതമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് അയച്ച മറുപടി കത്തിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്.
ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ ലംഘിക്കുന്ന തരത്തിലുള്ള യാതൊരു വ്യവസ്ഥയും നിയമത്തിലില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. കേരളവും കർണാടകവും തമ്മിലുള്ള സാംസ്കാരിക ബന്ധവും സഹകരണ ഫെഡറലിസവും ഉയർത്തിപ്പിടിച്ചാണ് പ്രസ്തുത നിയമനിർമ്മാണം നടത്തിയതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. രാജ്യത്തെ ആരോഗ്യരംഗത്ത് ആയുർവേദ ചികിത്സാ മേഖലയുടെ സംഭാവനകൾ നിസ്തുലമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല ചാരിറ്റബിൾ ആശുപത്രിയുടെ ശതാബ്ദി ആഘോഷങ്ങളെ വെർച്വലായി അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. ആയുർവേദം കാലാതീതമായി നിലനിൽക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. ആര്യവൈദ്യശാലയുടെ ദീർഘകാല ചികിത്സാ പാരമ്പര്യത്തെ പ്രശംസിച്ച പ്രധാനമന്ത്രി പ്രകൃതിക്ക് അനുയോജ്യമായി ആരോഗ്യ പരിപാലനം നിർവഹിക്കുന്ന ആയുർവേദ ചികിത്സാ രീതി സമൂഹത്തിന് വലിയ ഗുണം ചെയ്യുന്നുണ്ടെന്നും പറഞ്ഞു. भारत में आयुर्वेद किसी एक काल या एक क्षेत्र में सीमित नहीं रहा. हर दौर में इस प्राचीन चिकित्सा पद्धति ने जीवन को समझने, संतुलन बनाने और प्रकृति के साथ तालमेल बिठाने का रास्ता दिखाया है. ആയുർവേദവും അലോപ്പതിയും ഒന്നിച്ചു മുന്നേറിയാൽ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല ചാരിറ്റബിൾ ആശുപത്രിയുടെ ശതാബ്ദി ആഘോഷ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാനവികതയാണ് കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയുടെ ശക്തിയെന്നും ആയുർവേദ രംഗത്ത് ഗവേഷണം ശക്തമാക്കണമെന്നും ശ്രീ ആർലേക്കർ വ്യക്തമാക്കി. തിരുവനന്തപുരം വിളപ്പിൽശാല ആശുപത്രിയിൽ ചികിത്സ കിട്ടാതെ രോഗി മരിച്ചെന്ന ആരോപണത്തിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയത്തിന്മേൽ കേരള നിയമസഭയിൽ ചർച്ച നടന്നു. PC വിഷ്ണുനാഥാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. ചികിത്സാ പിഴവ് മൂലം രോഗികൾ മരിക്കുന്ന സംഭവം സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്നതായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. എന്നാൽ ബിസ്മീറിന് സാധ്യമായ എല്ലാ ചികിത്സയും നൽകിയെന്നും പരാതിയിന്മേൽ അന്വേഷണം ആരംഭിച്ചതായും മന്ത്രി വീണ ജോർജ് പറഞ്ഞു. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ചർച്ച നിയമസഭയിൽ ഇന്നും തുടർന്നു. സംസ്ഥാനത്ത് വിലക്കയറ്റം നിയന്ത്രിക്കാൻ സർക്കാർ ഫലപ്രദമായ ഇടപെടലാണ് നടത്തുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള സംസ്ഥാന ബജറ്റ് ധനമന്ത്രി KN ബാലഗോപാൽ നാളെ നിയമസഭയിൽ അവതരിപ്പിക്കും. ലോക കേരള സഭയുടെ 5ാം സമ്മേളനം നാളെ മുതൽ ഞായറാഴ്ച വരെ തിരുവനന്തപുരത്ത് നടക്കും. സ്റ്റുഡൻസ് മൈഗ്രേഷൻ പോർട്ടൽ, ലോക കേരളം ഓൺലൈൻ സേവനങ്ങൾ എന്നിവ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് വനിതാ സംരംഭകത്വ പാർക്ക് ആരംഭിക്കുമെന്ന് മന്ത്രി P രാജീവ്. നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിനായി 2025-26 സാമ്പത്തിക വർഷത്തിൽ 275.02 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് ഭരണാനുമതി നൽകിയതായി പൊതുവിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. സ്കൂളുകളുടെ നവീകരണത്തിനും അനുബന്ധ സൌകര്യങ്ങൾക്കുമായാണ് ഈ തുക വിനിയോഗിക്കുകയെന്ന് അദ്ദേഹം പറഞ്ഞു. പൊതുവിദ്യാലയങ്ങളെ മികച്ച നിലവാരമുള്ള വിജ്ഞാന കേന്ദ്രങ്ങളാക്കി മാറ്റുക എന്ന സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് ഈ നടപടിയെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്തെ 17 ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് ദേശീയ ഗുണനിലവാര അംഗീകാരം ലഭിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഇതോടെ സംസ്ഥാനത്തെ ആകെ 302 ആരോഗ്യ കേന്ദ്രങ്ങൾക്കാണ് NQAS അംഗീകാരം ലഭിച്ചത്. കൂടുതൽ ആശുപത്രികളെ NQAS നിലവാരത്തിലേക്ക് ഉയർത്താനാണ് പരിശ്രമിക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. വിദേശത്ത് ജനിച്ച ഇന്ത്യക്കാർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനായി ഓഫ്ലൈനായി BLO വഴിയോ ERO വഴിയോ അപേക്ഷിക്കാമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രതൻ യു കേൽക്കർ. നേരത്തെ ഫോം 6-ലോ ഫോം 6A-യിലോ അപേക്ഷിക്കാൻ സാധിച്ചിരുന്നില്ല. ഈ സംവിധാനം വഴി 1,37,162 പ്രവാസികൾ അപേക്ഷ നൽകിയതായും ശ്രീ ഖേൽക്കർ അറിയിച്ചു. ന്യൂസിലൻഡിനെതിരായ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4ാം മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 216 റൺസ് വിജയലക്ഷ്യം. ആദ്യം ബാറ്റ് ചെയ്ത ന്യൂസിലൻഡ് 20 ഓവറിൽ 7 വിക്കറ്റിന് 215 റൺസ് എടുത്തു. ടോസ് നേടിയ ഇന്ത്യ ഫീൽഡിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ തുടക്കമായി. സർക്കാരിന്റെ ശ്രമഫലമായി രാജ്യത്ത് 95 കോടി ഇന്ത്യക്കാർക്ക് സാമൂഹിക സുരക്ഷാ പരിരക്ഷ ലഭിക്കുന്നുണ്ടെന്ന് രാഷ്ട്രപതി. രാജ്യത്തെ ആരോഗ്യരംഗത്ത് ആയുർവേദ ചികിത്സാ മേഖലയുടെ സംഭാവനകൾ നിസ്തുലമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നടപ്പ് സാമ്പത്തിക വർഷത്തേക്കുള്ള കേരള ബജറ്റ് ധനമന്ത്രി KN ബാലഗോപാൽ നാളെ നിയമസഭയിൽ അവതരിപ്പിക്കും. ന്യൂസിലൻഡിനെതിരായ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4ാം മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 216 റൺസ് വിജയലക്ഷ്യം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.